തിങ്ങി നിറഞ്ഞ വാഹനങ്ങൾക്കിടയിലൂടെ വിസിലടിച്ച് ഓടി ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുന്ന പാലക്കാട് മുട്ടിക്കുളങ്ങര AR ക്യാമ്പിലെ പോലീസുകാരനായ മണികണ്ഠൻ. തൃശൂരിൽ നിന്ന് എറണാകുളത്തെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസിലെ ഡ്രൈവർ പങ്കുവച്ച വീഡിയോയിലൂടെ മണികണ്ഠന്റെ ഓട്ടം, ചുരുക്കത്തിൽ പറഞ്ഞ ആ നല്ല പ്രവൃത്തി ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ 15 മിനിറ്റോളം ബ്ലോക്കിൽ കിടന്നു. അപ്പോൾ പിന്നെ സാറ് നമുക്ക് വണ്ടിയുടെ മുന്നിൽ ഓടിക്കൊണ്ട് വഴി ക്ലിയർ ആക്കി തന്നു. അപ്പോൾ 15 മിനിറ്റോളം എന്തായാലും ബ്ലോക്കിൽ കിടന്നു. അപ്പോൾ ആളത് കണ്ട് നമുക്ക് വഴി ക്ലിയർ ആക്കി തന്ന ആള്. MS ലിഷോയ് നമ്മുടെ കൂടെയുണ്ട്. ലിഷോയ്, മണികണ്ഠൻ പോലീസ് ശരിക്കും സൂപ്പർ തന്നെയാണ്, അതിലൊരു മാറ്റമില്ല. കാരണം ഇത് അവരുടെ ഡ്യൂട്ടി അല്ലേ എന്ന് പലരും ചോദിച്ചാലും ഇത്രത്തോളം പ്രവൃത്തി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ അധികം നമ്മൾ അങ്ങ് കണ്ടിട്ടും ഇല്ല എന്നുള്ളതാണ്. അതൊരു കൗതുക കാഴ്ചയായിട്ട് മാറുന്നതും അതുകൊണ്ടായിരിക്കും. അത്രത്തോളം വലിയ ബ്ലോക്ക് ഉള്ള ഒരു സ്ഥലമാണ്. അതിനിടയിലാണ് ആ ആംബുലൻസിന് വഴിയൊരുക്കി ഒരു വഴികാട്ടിയായിട്ട് അദ്ദേഹം മുന്നിലേക്ക് ഇറങ്ങി. തീർച്ചയായിട്ടും നല്ല പ്രവൃത്തി തന്നെയാണ്. പാലിയേക്കരയിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള പാതയിൽ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ആമ്പല്ലൂർ എന്ന് പറയുന്നത്. ആമ്പല്ലൂരിൽ സാധാരണഗതിയിൽ വലിയ ഗതാഗതക്കുരുക്ക് ഇല്ലാത്ത സമയത്ത് പോലും 10-15 മിനിറ്റ് നേരമെങ്കിലും ചുരുങ്ങിയതൊരു വാഹനത്തിന് കിടക്കേണ്ടി വരും. അതിൽ കൂടുതൽ ഈ ഗതാഗതക്കുരുക്കുള്ള സമയത്ത് അല്ലെങ്കിൽ തിരക്കുള്ള സമയത്ത് മണിക്കൂറുകൾ, 1 മണിക്കൂറൊക്കെ തന്നെ ഈ ട്രാഫിക് ബ്ലോക്ക് നീണ്ടു പോകാറുണ്ട് എന്നുള്ളതാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് ആംബുലൻസുകൾ വന്നാൽ പോലും മറ്റ് ഡ്രൈവർമാർ വിചാരിച്ചാലും തങ്ങളുടെ വാഹനം ഒതുക്കി കൊടുക്കാൻ വിചാരിച്ചാൽ പോലും മുന്നോട്ടെടുക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. അവിടെയാണ് മണികണ്ഠൻ തൻ്റെ ഒരു ജോലിയോടുള്ള ഒരു ആത്മാർത്ഥത, അത് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും ചിന്തിച്ചു പോകും, ഇതൊരു ജോലിയാണല്ലോ അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നതല്ലേ എന്നുള്ളത്. പക്ഷേ സാധാരണ ഒരു പോലീസുകാരന് ഒരു സ്ഥലത്ത് നിന്ന് ആ ഗതാഗതം നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രധാനമായും ചെയ്യാറുള്ളത്. പക്ഷേ മണികണ്ഠൻ ഇവിടെ ആ വാഹനങ്ങൾക്ക് ഈ ആംബുലൻസിന് വഴി കാട്ടി ഓടുകയാണ് മുന്നിലോട്ട്. അത് ഒരു ദിവസം എങ്ങനെ പോയാലും ഈ വഴിയിൽ 20ഓളം ആംബുലൻസുകളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് പോകുമെന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പോൾ എല്ലാ ആംബുലൻസുകൾ വരുമ്പോഴും ഇങ്ങനെ വഴി കാട്ടി മുന്നിൽ ഓടിപ്പോവുകയാണ്. മറ്റു വാഹനങ്ങളൊക്കെ ഒതുക്കാനായുള്ള വഴി പുറത്തു നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പാലക്കാട് കോട്ടായി സ്വദേശിയാണ് മണികണ്ഠൻ. ഈ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് കയറിയിട്ട്. ഏകദേശം 1.5 ആഴ്ചയിൽ കൂടുതലായിട്ടുള്ളൂ ഈ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ജോലിക്ക് കയറിയിട്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ആ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു രീതി അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ വൈറലാണ്. ഈ ആംബുലൻസിനുള്ളിൽ നിന്ന് എടുത്ത വീഡിയോ അത് ഇതിനോടകം തന്നെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്. വലിയ പ്രശംസ അർഹിക്കുന്ന ഒരു ജോലി തന്നെയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇതിനോടകം അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ പറയാൻ അവിടെ നമ്മളുടെ ഈ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായി വന്നതെന്നാൽ ഇത് തൻ്റെ ഒരു ജോലിയാണല്ലോ, അതിൻ്റെ ഭാഗമായി നടക്കുന്നത് തന്നെയാണ് ഈ കാര്യങ്ങൾ ഒക്കെ എന്ന് തന്നെയാണ് മണികണ്ഠൻ പറയുന്നത്. എന്തായാലും വലിയ ഒരു ആവേശം തന്നെയാണ് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി കാണുമ്പോൾ ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ വലിയ കുരുക്കിൽ രോഗികൾ ഗതാഗത കുരുക്കിൽ രോഗികളൊക്കെ കുടുങ്ങുമ്പോൾ, ആംബുലൻസിൽ കുടുങ്ങുമ്പോൾ അവരുടെ ജീവന് തന്നെ ആപത്തുണ്ടാകുന്ന ഒരു സമയത്താണ് ഇത്തരത്തിലൊരു രക്ഷകനായി മണികണ്ഠൻ. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതിന്റെ ജോലിയുടെ ഭാഗമല്ലേ എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥത, അപ്പോഴത്തെ സന്ദർഭം നോക്കി, സാഹചര്യം നോക്കി ചെയ്യുന്ന അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പ്രവൃത്തി, അതിനെന്തായാലും ജനങ്ങൾ കയ്യടി നൽകുക തന്നെ ചെയ്യുന്നുണ്ട്. ശരി ലിഷോയ്.